ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് വരാൻ താമസിച്ചതുകൊണ്ട് നിങ്ങളോട് ഒരുമിച്ച് ഒരു കൂട്ടായ്മകളെ ആചരിപ്പാൻ ദൈവം മരുഭൂമിയിൽ ഒരുക്കി തന്ന അവസരം ഒരു അനുഗ്രഹമായിട്ട് ആദ്യമായിട്ട് കരുതുന്നു. നിങ്ങൾ എല്ലാവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന കർത്താവിദാസൻ സഭയുടെ പാസ്റ്റർ, എൻ്റെ കുടുംബം, അവരെ വിശേഷിച്ച് ഞാൻ വന്ദനം ചെയ്യുവാൻ അവസരം വിനിയോഗിക്കുന്നു. ചില മാസങ്ങൾക്കപ്പുറം ഞാനിവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ട് ശുശ്രൂഷിച്ചത് എപ്പോഴും ഓർക്കാറുണ്ട്. പിന്നീട് പലയിടങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെട്ടത് നിങ്ങൾ അറിയാം. പ്രത്യേകിച്ച് ഇവിടുത്തെ നിബന്ധന ശുശ്രൂഷയെ കുറിച്ച് പലയിടത്തും ഞാൻ സാക്ഷ്യപ്പെടുന്നു. എല്ലായിടങ്ങളിലും നിങ്ങളുടെ വ്യത്യസ്തത എനിക്ക് കാണാൻ കഴിയും. ഇന്ന് നിരവധാന ശുശ്രൂഷയും പാടി പാട്ടും വളരെ ഹൃദയ സ്പർശനീയമാണ്. അങ്ങനെ നിങ്ങളുടെ അച്ചടക്ക നടപടികളെ കുറിച്ച്, അച്ചടക്ക രീതികളെ കുറിച്ച്, ആരാധനയുടെ ക്രമീകരണങ്ങളെ കുറിച്ച് പലയിടങ്ങളിൽ ഞാൻ സന്തോഷത്തോടെ സാക്ഷ്യം സ്ഥാപിച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങളെ ഓർക്കാറുണ്ട്, സ്തോത്രം ചെയ്യാറുണ്ട്. പാസ്റ്ററിന്റെ ദിവസം എന്നെ മീറ്റിങ്ങിനെ വിളിച്ചപ്പോഴും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ എവിടേക്ക് വരാനായിരുന്നു എനിക്ക് ഏറ്റവും താല്പര്യം. ഒരു മീറ്റിംഗ് രാത്രിയിലേക്ക് മാറ്റി അവിടെ ഇവിടെ എത്തുവാൻ എനിക്ക് ഇഷ്ടം തോന്നി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ മോളുമായിട്ട് ആരാധനയ്ക്ക് എത്താം. അവർക്ക് ദൈവം ശുശ്രൂഷിപ്പാനുള്ള അവസരം പ്രിയപ്പെട്ടവരൊരിക്കലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിനെ സഹായിക്കട്ടെ. ഒരുപാട് മണിക്കൂറുകൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ ചെലവഴിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇതിനു ശേഷം ഒരു ദൂരയാത്ര എനിക്കുണ്ട്. മറ്റൊരു ദൂരസ്ഥലത്തിനകത്ത് സുവിശേഷങ്ങളിൽ സംബന്ധിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും ആവശ്യമാണ്. ഉടനെ പോകേണ്ട സമയമൊക്കെ ഞാൻ പാസ്റ്ററോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വന്നപ്പോഴാണ് 7 ദിവസം ഉപവാസമാണെന്ന്. ഈ ഉപവാസം നടക്കുമ്പോൾ ഒരു ദിവസമായിട്ട് സഭാരാധനകളിലാണ് ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ളത്. ഉപവാസ പ്രാർത്ഥന അവസരങ്ങളിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശുശ്രൂഷിച്ച മറ്റേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് മോളിലൂടെ നല്ലൊരു ചിന്ത കർത്താവ് നമുക്ക് നൽകി തന്നു. അവിടെ വളരെ ചെറിയ പ്രായത്തിട്ട് എൻ്റെ ഒപ്പം ദൈവജനം ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. 9 വയസ്സ്. ഒരുപാട് ആളുകൾ എടുത്തു, ആൾ കുറഞ്ഞെടുത്തുമൊക്കെ ഒരേ വികാരത്തിൽ എൻ്റെ ഒപ്പം കർത്താവിനെ പ്രസംഗിക്കാറുണ്ട്. ചിലയിടങ്ങളിലെ പരസ്പരം എൻ്റെ ഒപ്പം മോളെ പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചെറിയ പ്രായത്തിൽ ഞാൻ അവിടെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോയി. ഇപ്പം ചെറിയ പ്രായമെല്ലാം മാറി. അവള് പ്രായപൂർത്തിയാകുന്നു. 17 വയസ്സ് കഴിയാറായി, 18 കയറാറായി. നിങ്ങളോട് ഓർത്ത് പ്രാർത്ഥിക്കുക. അവള് പാലാ മെറിലൻഡിലെ ജനറൽ സ്കൂളിലേക്ക് താല്പര്യം ഒരു മിഷണറി ഡോക്ടറാണെന്ന്. നമ്മൾ കർത്താവിന്റെ പേരിലേക്ക് ഏറ്റവും നല്ല ഒരു സാധ്യതയാണ് ഡോക്ടറാകുന്നത്. അല്ലെങ്കിലും സാധ്യതയുണ്ട്. അവ നിങ്ങൾക്കൊരു ചെറിയ ഉത്തരവാദിത്വം ഞാൻ തരികയാണ്. അവളെ പണം മുടക്കി MBBS പഠിപ്പിക്കാനുള്ള നിർവാഹവും നമുക്ക് ഭൗതികമായിട്ട്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ദൈവം നിവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻട്രൻസ് അവിടെ എഴുതുമ്പോൾ 1ാം റാങ്കോ 2ാം റാങ്കോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10ാം റാങ്കോ 9ാം റാങ്കോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു മെഡിക്കൽ കോളേജിലെയോ
ഒരു അന്വേഷണം വേണോ? അതിന് തക്കൊരു റാങ്ക് പാസ്സാകാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുക. ദൈവസഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന എനിക്ക് ഞാൻ ഒരിടത്തും ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറയാനും തോന്നി. പാസ്റ്റർ പ്രാർത്ഥിക്കും, ഈ എക്സാമുകൾ പാസ്സാകും, ഒരു ഡോക്ടറായി തന്നെ അവൾ നിങ്ങളുടെ ഇടയിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവർക്ക് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പ്രാർത്ഥിച്ച് തന്നതാണ്. 3 വർഷം കഴിഞ്ഞുള്ള മക്കളില്ല, കല്യാണം കഴിഞ്ഞ് 3 വർഷം മക്കളില്ലായിരുന്നു. അപ്പൊ 3 വർഷത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ ദൈവം തന്നതാണ് 3 കുഞ്ഞുങ്ങളാണ്. കിളയത് 2 പേരുണ്ട്. രണ്ടാമത്തവൾക്ക് 11 വയസ്സുണ്ട്. ഏറ്റവും ഇളയവൾക്ക് 2, 2.25, 2.5 വയസ്സായി. 3 അനുഗ്രഹിക്കപ്പെട്ട പെൺമക്കളാണ്. അപ്പൊ ഇവർക്ക് ഒരു 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ബാംഗ്ലൂരിലൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. രാത്രിയിലാണ് എനിക്ക് പ്രസംഗിക്കേണ്ടത്. ഞാൻ രാത്രി തന്നെ യാത്ര തിരിച്ചു പ്രഭാതത്തിനോട് എത്തി. അന്ന് രാത്രിയിലെ സെക്ഷനാണ് പ്രസംഗിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ഹാളാണ്. ഞാൻ ഏറ്റവും ബാക്കിൽ പകലെന്നവിടെ പ്രസംഗിച്ചത് നോർത്ത് ഇന്ത്യക്കാരിയായ ഒരു മാതാവാണ്. അവരൊരു പ്രവാചകി കൂടെയാണ്, ശക്തയായ ഒരു പ്രവാചകി കൂടെയാണ്. ഞാന് ആലയത്തിന്റെ ഏറ്റവും ബാക്കിൽ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഇവരുടെ ശുശ്രൂഷ അനുഭവിക്കുവാൻ ഇരിക്കുമ്പോൾ ശുശ്രൂഷാവേദിയിൽ പ്രവചനാത്മാവിൽ നിറഞ്ഞ് ഓഡിയൻസിന്റെ ഇടയിലൂടെ ഇറങ്ങി വന്നെന്റെ തോളിൽ തൊട്ടിട്ട് ഈ മാതാവ് എന്നോട് ദൂത് പറഞ്ഞു. ആദ്യമായിട്ട് എന്നെ കണ്ട മാതാവ് എന്നോട് പറയും, നിനക്കൊരു കുഞ്ഞുണ്ട്, അത് മകളാണ്, അവൾക്ക് 1.5 വയസ്സ്. 9 വയസ്സ് അവൾക്ക് പ്രായമാകുമ്പോൾ അവൾ ഈ വചനവുമായിട്ട് നിന്റെ ഒപ്പം എന്റെ സാക്ഷിയാകും. പറഞ്ഞിട്ട് അവര് പോകുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആദ്യമായിട്ട് എൻ്റെ ഒപ്പം ഒരു മഹായോഗത്തിലുള്ള ദൈവത്തിന്റെ വചനമായിട്ട് നിൽക്കുമ്പോൾ പ്രായം 9 തന്നെയാണ്. ദൈവം വാഗ്ദത്തങ്ങളുടെ ആരാണ്? നിന്നെ നോക്കി ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ കാലം എത്ര കഴിഞ്ഞാലും വാഗ്ദത്തത്തിന് മാറ്റം സംഭവിക്കുകയില്ല. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ ആരാണ്? അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. മോന്റെ വിധേയന ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ആയി തീരണം. അതാണ് എന്റെയും ആഗ്രഹം. ഓക്കെ, ഞാൻ ആമുഖങ്ങളെല്ലാം നിർത്തുന്നു. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കാനാണ്. ഞാനിവിടെ വന്നപ്പോൾ കസേരകളെല്ലാം കാലിയായിരുന്നു. എനിക്കൊരു ആശങ്ക, ആള് കുറഞ്ഞല്ലോ എന്നൊരു ആശങ്കൊന്നുമല്ല. എല്ലാവരും ഇവിടെ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത് കാണുന്നില്ല, എല്ലാവരും ഇങ്ങോട്ട് പോയൊരു ചിന്ത. ഇപ്പൊ ഞാനിവിടെ എഴുന്നേറ്റ് നിങ്ങൾക്ക് നേരെ നിന്നപ്പോൾ സന്തോഷം തോന്നി. വെള്ളിഞ്ഞ കസേരകളെല്ലാം തന്നെ ഇല്ല. ഇത് സ്ഥലം വരാതെ, സ്ഥലം തികയാതെ ദൈവം നിങ്ങൾക്ക് ആത്മാക്കളെ തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനും നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ചിന്തിച്ച വചനം വല്ല ഓർമ്മയുണ്ടോ? തീത്തോസിലേഖന ആണോ? അത് തെസ്സലോനിക്കയിലേഖനം. തീത്തോസിലേഖനം ഏത് വിഷയമാണെന്ന് പറയാമോ? മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ, മുറുകെ പിടിക്കേണ്ടാത്ത കാര്യങ്ങൾ. നിങ്ങള് അത് മനസ്സിലാക്കുന്നുവെന്ന് കരുതുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് നമ്മൾ അല്പനിമിഷം ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനമാണ്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം കേട്ടോ. എല്ലാവർക്കും ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം.
തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം ഒന്നുകൂടെ ശബ്ദമുയർത്തി വായിക്കാമോ? തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രാവശ്യം കൂടെ ശബ്ദമുയർത്തി എന്ന് വായിച്ചാണ്. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നല്ല വചനത്തിനായിട്ട് കൈകൾ ഉയർത്തി കർത്താവിനെ എന്ന് മഹത്വപ്പെടുത്താം. കണ്ണുകളെല്ലാം അടച്ച് നമുക്ക് ഒരു വാക്കി വചനത്തിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാണ്. എല്ലാവരും അല്പ നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ നാവിൽ നിന്നും സ്തോത്രങ്ങൾ ഉയരട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവമക്കളെ, സ്തോത്രം ഒരു പാഴ്വാക്കല്ല കേട്ടോ. സ്തോത്രം ഒരു യാഗമാണ്. സ്തോത്രം എന്ന ഫലയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നതെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ജ്ഞാനിയായ ശലോമോൻ 1000 ഹോമയാഗങ്ങളാണ് ദൈവത്തിന് കഴിച്ചത്. ശലോമോൻ 1000 ഹോമയാഗങ്ങൾ ദൈവത്തിന് കഴിച്ചപ്പോൾ ദൈവം ശലോമോന്റെ അരികിൽ ഇറങ്ങി വന്നിട്ട് അവനോട് ചോദിച്ച ചോദ്യം, പറക, നിനക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിന്റെ ആവശ്യം എന്താണ്? ഈ വിശുദ്ധ ആരാധനയിൽ അവിടുത്തെ മക്കളായ നമ്മൾ ചേർന്ന് സ്തോത്രം പറയുമ്പോൾ ദൈവം മൗനമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ സ്തോത്രം പറയുമ്പോൾ ദൈവം നിശബ്ദനായി നിൽക്കുമെന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ചേർന്ന് സ്തോത്രം പറയുമ്പോൾ ദൈവം നമ്മുടെ അരികിലേക്ക് ആകാശം ചായച്ചിറങ്ങി വന്നിട്ട് നമ്മളോട് ചോദിക്കും, മകളെ, എന്താണ് നിനക്ക് വേണ്ടിയത്? നിന്റെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മളോട് ചോദിക്കുവാൻ പ്രപഞ്ചനാഥനായ ദൈവത്തെ നമ്മുടെ അരികിലേക്ക് ഇറക്കുന്ന യാഗമാണ് സ്തോത്രമെങ്കിൽ നമ്മുടെ സ്തോത്രത്തിന് അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും. നമ്മുടെ സ്തുതികൾക്ക് അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും. നമ്മുടെ സ്തോത്രങ്ങൾക്ക് അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും. അല്പ നിമിഷം നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. കാത്തിരിക്കും കുറുമ്രാവേ ഇളവരാ കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്രാവേ ഇളവരാ ആരും മരുവി ഒരു തുണയില്ലെന്ന് ഒരു നിനയരുതേ. ആരും മരുവി ഒരു തുണയില്ലെന്ന് ഒരു നിനയരുതേ. ഒരു നിനക്കല്ലയോ ഒരു വരുമെന്നുരച്ചു കരുതിയതില്ല. നിനക്കല്ലയോ കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്രാവേ ഇളവരാ കാത്തിരിക്കും കുറുമ്രാവേ ഇളവരാ. ഇഹ പരമഹിമ അഖിലവുമൻപ സഹജീതിനക്കായി കരുതിയവൻ. ഇഹ പരമഹിമ അഖിലവുമൻപ സഹജീതിനക്കായി കരുതിയവൻ. മോഹന നിമിഷം ആഗതമാ കാഹളനാദം ശ്രവിക്കേറി പറക്കും.
പകരങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ വചനത്തിന്റെ മുൻപാകെ അല്പനിമിഷം താഴ്ന്നു ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ തൃപ്തരാക്കി മടക്കി ഒരു പ്രസംഗത്തേക്കാൾ അപ്പുറം ഇന്ന് പകലിന്റെ വിടുതൽ ഞങ്ങൾക്ക് സ്വന്തം നൽകണം. ഞങ്ങൾ പറിച്ചു കളഞ്ഞിട്ടും പറിച്ചു കളയാൻ ശ്രമിച്ചിട്ടും പറിച്ചെടുക്കുവാൻ പറ്റാത്ത ചിലതിനെ ഞങ്ങൾ വെട്ടിക്കളയാൻ ശ്രമിച്ചിട്ടും മാറിപ്പോകാത്ത ചിലതിനെ ഞങ്ങൾ പിടിതു മാറ്റാൻ പരിശ്രമിച്ചിട്ടും പറഞ്ഞു വരാതെ ഉറച്ചു നിൽക്കുന്ന ചിലതിനെ ഇന്ന് പകൽ സ്വർഗം പറിച്ചു മാറ്റണം, പിടിതു മാറ്റണം, വെട്ടിക്കളയണം. അടിവേരോടെ അതിന്റെ ശക്തികളെ ക്ഷയിപ്പിക്കണം. കുടുംബങ്ങളിൽ വിടുതൽ വെളിപ്പെടണം, ജീവിതങ്ങളിൽ വിടുതൽ വെളിപ്പെടണം, സഭയിൽ വിടുതൽ വെളിപ്പെടണം, ഈ പട്ടണത്തിന് വിടുതൽ വെളിപ്പെടണം. ദൈവസഭയ്ക്കെതിരെ നിലമുറപ്പിക്കുന്ന സകല ആധിപത്യങ്ങളും തകരട്ടെ. ദൈവസഭയ്ക്കെതിരെ നിലമുറപ്പിക്കുന്ന സകല ഗൂഢാലോചനകളും തകരട്ടെ. ദൈവസഭകളെ ശിഥിലമാക്കാൻ ശത്രു അടിയറയിൽ മൂർച്ച കൂട്ടുന്ന സകല ആയുധങ്ങളും ദുർബലമാകട്ടെ. ദൈവം ഞങ്ങളെ തുറന്നണമേ, ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യോഗത്തിന്റെ അന്തരീക്ഷം മാറ്റാൻ ആരും വരണ്ട. നമ്മുടെ യോഗത്തിന്റെ അന്തരീക്ഷം മാറ്റാൻ നമ്മൾ തന്നെ മതി. ഹൈദരാബാദിൽ പാസ്റ്റർ ക്രിസ് വന്നു. ക്രിസ് ഇവിടെ വരണമെന്നൊന്നുമില്ല. ക്രിസ് വരണ്ടെന്നൊന്നും തന്നെ ഞാൻ പറയുന്നത്. ഇവിടെയുള്ള ദൈവസഭയുടെ അന്തരീക്ഷം മാറാൻ ക്രിസ് വരുമൊന്നും വേണ്ട, ബോക്കെ വരുമൊന്നും വേണ്ട, ബെന്നിഹിൽ വരുമൊന്നും വേണ്ട, അല്ലെ ലോകത്തെ ഇളക്കി മറിക്കുന്ന അപ്പോസ്തലന്മാർ വരുമൊന്നും വേണ്ട. ഈ യോഗത്തിന്റെ അന്തരീക്ഷം മാറ്റാൻ ഇതിനകത്ത് ഒറ്റ ഒരാൾ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യോഗത്തിന്റെ അന്തരീക്ഷം മാറ്റാൻ, അന്തരീക്ഷത്തെ മാറ്റാൻ ഇതിനകത്ത് ഒരാൾ മതിയെന്ന്. ഒറ്റ ഒരാൾ മതി. കർത്താവ് ഗദരദേശത്ത് എന്ന ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. എന്നിട്ട് പറകേറി ഇക്കരെ വന്നു. പുരുഷാരെല്ലാം കൂടെ യേശുവിനെ തിരികൊണ്ടിരിക്കുക അല്ലേ? ഉടനെ ഒരു മനുഷ്യൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. ആ ഓടി വന്ന മനുഷ്യന്റെ പേര് യായിറോസ്. അയാളുടെ പള്ളിപ്രമാണിയാണ്, നിലയുള്ള ആളുകളെല്ലാം കൂടെ യേശുവിനെ തിരികൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണി ഓടി വന്നിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് പറയുക, എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, 12 വയസ്സ്, അത്യാസന്ന നിലയിൽ ഇരിക്കുന്ന ഏത് നിമിഷം മരിച്ചു പോകും. അങ്ങ് വന്ന് ആ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണം. യായിറോസിന്റെ കരട് തകർന്നുള്ള നിലവിളി കേട്ട കർത്താവ് മനസ്സറിഞ്ഞ് തിക്കിക്കൂടിയ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യായിറോസിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അന്തരീക്ഷം മാറി. ഒരു സ്വത്രം പറഞ്ഞാണ്ടേ, യായിറോസിന്റെ വീട്ടിലോട്ട് ആളെ വകഞ്ഞു മാറ്റി കർത്താവ് നടന്നു പോകുമ്പോൾ അന്തരീക്ഷം മാറിയെന്ന്. ആമേൻ. ഒരു ഇലക്ട്രിക്കൽ ശക്തി അവിടെ വ്യാപരിച്ചു, ഒരു ഇലക്ട്രിസിറ്റി അവിടെ വ്യാപരിച്ചത്. അന്തരീക്ഷത്തെ മാറ്റിയത് ആരാ? ഒരു പ്രമാണിയല്ല. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പുരുഷാരത്തിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ അന്തരീക്ഷത്തെ മാറ്റിയത് ആരാ? സ്ഥലത്തെ MLA അല്ല. അന്തരീക്ഷത്തെ മാറ്റിയത് ആരാ? വ്യവസായ പ്രമുഖനല്ല. അന്തരീക്ഷത്തെ മാറ്റിയത് ആരാ? കോടീശ്വരനല്ല. അന്തരീക്ഷത്തെ മാറ്റിയത് തകർന്ന് തരിപ്പണമായ ഒരു സ്ത്രീയെ, ഉടഞ്ഞുപോയൊരു സ്ത്രീയെ, എല്ലാം നഷ്ടപ്പെട്ട സ്ത്രീയെ, പരമശയായ സ്ത്രീയെ, മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ, രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊണ്ടലിൽ നിന്ന് തൊണ്ടപ്പോൾ അന്തരീക്ഷം മാറി.
അന്തരീക്ഷം മാറാനുള്ള കാരണം അവൾ തൊട്ടു. അന്തരീക്ഷം മാറാനുള്ള കാര്യം അവൾ തൊട്ടപ്പോൾ ദൈവശക്തി വ്യാപരിച്ചു. പകരപ്പെടുന്ന ദൈവശക്തിക്ക് യോഗത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകരത്തിനകത്തുണ്ടെങ്കിൽ ആവശ്യഭാരത്തോടെ വന്നതി അടങ്ങിയിരിക്കാതെ നമ്മുടെ നദിയിൽ ഒരുവൻ വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ തൊടുക. നീ തകർന്നവനായിരിക്കുക, നീ തകർന്നവനായിരിക്കുക, നീ കൊച്ചൂട് പൊടിഞ്ഞവനായിരിക്കുക, എല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കുക, മരണം മാത്രം മുമ്പിൽ കണ്ടവനായിരിക്കുക, പ്രതീക്ഷയുടെ വാതിലുകൾ അസ്തമിച്ചവനായിരിക്കുക. തൊടുക, അവനെ വിശ്വസിച്ചവനെ തൊടുക. നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള തൊടിയില് അന്തരീക്ഷം മാറ്റും. അയ്യോളെ എന്ത് പ്രതികൂലം സഹിച്ച കർത്താവിനെ തൊട്ടതില്ലേ? തൊട്ടപ്പോ യോഗത്തിന്റെ അന്തരീക്ഷം എന്ത് ചെയ്തു? അന്തരീക്ഷം മാറി, ദൈവശക്തി വ്യാപരിച്ചു. 12 വർഷമായി മരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സൗഖ്യമായിരുന്നു. എത്ര വർഷമായി നിങ്ങൾ കുരുക്കിയിട്ട പ്രശ്നമാണെങ്കിലും വിശ്വാസത്തോട് തൊട്ടാൽ ദൈവശക്തി നിന്നിലേക്ക് പ്രവഹിക്കും. എത്ര വർഷം പഴക്കമുള്ള പ്രശ്നങ്ങളും മാറിപ്പോകും. അവൻ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ പ്രത്യാശയും നമ്മുടെ താല്പര്യവും നമ്മുടെ വിശ്വാസവുമാണ് നമ്മുടെ യോഗത്തിന്റെ അന്തരീക്ഷത്തെ. എല്ലാ കൂടിവരവുകളിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ആമേൻ. ഇന്ന യോഗത്തിലെ ഞാൻ വരാമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ക്രിസ്തു വരണമെന്ന്, ഞാൻ പറഞ്ഞ റൈനാൻ ബോംഗെ വരണമെന്നില്ലെന്ന്, ഞാൻ വരണമെങ്കിൽ ബെന്നിഹിൻ വരണമെന്നില്ലെന്ന്. ഞാൻ വരണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. എന്റെ നാമത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ വന്നേക്കാമെന്നല്ല, വന്നിട്ട് പോകുമെന്നല്ല. നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്, ഞാനുണ്ട്. പരിവാര സമന്നതനായി ഇന്ന് പകൽ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നാൽ, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ നടുവിലൂടെ നടക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസത്തിന്റെ കരങ്ങൾ കൊണ്ട് അവനെ തൊട്. നിന്റെ തകർച്ചകൾ മാറും, നിന്റെ കൈപ്പുകൾ മധുരമാകും, നിന്റെ നഷ്ടങ്ങൾ ലാഭമാകും, നിന്റെ താഴ്വരകൾ സമൃദ്ധിയുടെ വേണ്ടികളാകും, നിന്റെ വീടുകൾ നട്ടുച്ച പോലെ പ്രകാശിക്കുക. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവനെ തൊടാം. ഏത് കൂടിവരവാണെങ്കിലും അവരുടെ നടുവിൽ ആരുണ്ട്? അത് വെള്ളിയാഴ്ച പ്രാർത്ഥനയാണെങ്കിലും, കോർപ്പറേറ്റ് മീറ്റിംഗ് ആണെങ്കിലും, സ്പെഷ്യൽ മീറ്റിംഗ് ആണെങ്കിലും, ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും, 2-3 പാവപ്പെട്ട ദൈവമക്കൾ കൂടി മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിലും നടുവിലുണ്ട്, നടുവിലുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവരെനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ട്. ലോകരക്ഷകനാകുന്ന ക്രിസ്തു ജനിച്ചത് പാലസ്തീനിലാണെങ്കിൽ ഭൂപടത്തിൽ പാലസ്തീൻ ലോകത്തിന്റെ ഹൃദയഭാഗമാണ്. നമ്മുടെ ഹൃദയത്തിലാണ്. അവിടെയും നടുവിൽ, എവിടെയും നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ. നിങ്ങൾ വിശ്വസിച്ചവനെ തൊട്ടാൽ ആരുടെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട, ശുപാർശയൊന്നും വേണ്ട. നിങ്ങൾ തൊട്ടാൽ ആ നിമിഷം അവങ്കിൽ നിന്ന് നിങ്ങളിലേക്ക് ശക്തി പുറപ്പെടും. നിന്നെ പരവശയാക്കിയ കെട്ടഴിയും, എന്റെ സമ്പത്ത് ചോർത്തിയ കെട്ടഴിയും, എന്നെ ഏറിയൊന്ന് സഹിപ്പിച്ച ബന്ധനമഴിയും. നിന്റെ നിരാശകൾ മാറിപ്പോകും. നീ ഒരു പുതിയ വ്യക്തിയായി മാറും, നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. അതാണ് ശക്തിയുടെ രൂപാന്തരം നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ. പണ്ട് നമ്മുടെ വിശ്വാസവും മനോഭാവവും മക്കളെ നമ്മുടെ കൂടിവരവിന്റെ അന്തരീക്ഷങ്ങൾ മാറ്റുന്നത്. അന്ധമായിട്ട് വിശ്വസിക്കണം കേട്ടോ. ദൈവത്തിന്റെ അരിക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അപ്പൊ ഇവിടെ ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കർത്താവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ നടുവിൽ. ഞാൻ ഈ വായിച്ച വാക്യം ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ചിന്ത ഞാൻ ദിവസങ്ങളില് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാൻ അതിൻ്റെ ഒരു ആമുഖം ഒന്ന് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം. ആമുഖം പറയുമ്പോഴത്തേക്കും അവസാനിപ്പിക്കണം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനമാണ് നമ്മൾ 3 പ്രാവശ്യം
പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു. പിന്നെ നിങ്ങൾ വായിക്കണം കേട്ടോ, വായിച്ചുകൊണ്ടേയിരിക്കണം. ബൈബിള് വായിക്കണം. ബൈബിൾ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞാനതല്ലേ വന്നപ്പോൾ പറഞ്ഞേ, ഏറ്റവും ഭാഗ്യകരമേറിയ ഒരു അനുഭവമാണ് ദൈവത്തിന്റെ വചനം. കഴിഞ്ഞ മുമ്പിലത്തെ ഓണം ബമ്പർ ഒഴിച്ച് തിരുവനന്തപുരംകാരൊരു ചെറുക്കനാണ്. ഈ ലോകമെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യവാനാണ്. ശരിക്കും ഭാഗ്യവാൻ തന്നെയല്ലേ? പിള്ളേരുടെ ഉടുക്ക പൊട്ടിച്ച് പൈസ നുള്ളി പുറകെ കിട്ടി, ലോട്ടറി 500 രൂപ മുടക്കിയപ്പോൾ അവൻ എത്ര കിട്ടിയത്? 25 കോടിയാണ് അവനെ സമ്മാനമായി ലഭിച്ചത്. ടാക്സ് മറ്റ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവന് 15 കോടി കിട്ടിയില്ലേ? 500 രൂപ മുടക്കിയപ്പോൾ 15 കോടി കിട്ടുന്നത് ചെറിയ കാര്യമാണോ? അപ്പൊ അവൻ ഭാഗ്യവാനല്ലേ? അതൊരു ഭാഗ്യമല്ലേ? അവൻ ലോകത്തിൽ ഒത്തിരി ഭാഗ്യവാന്മാരെ നമുക്ക്. പക്ഷെ അതിലൊക്കെ വലിയ ഭാഗ്യമാണ് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ ന്യായ പ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ മനുഷ്യൻ ആന്തരികത്ത് നീ വചനം വായിച്ചാൽ നിന്നെ കുറിച്ചാ പറയുന്നത്. ആന്തരികത്ത് വന്യമായിട്ട് കളിച്ചത്. സന്തോഷം പാസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ആവേശത്തിലാക്കി. വന്യമായി കളിച്ചതല്ല, പ്ലാൻ ചെയ്ത് നട്ടതാണ്. പറമ്പിലൊക്കെ കാന്താരി പോലെ കളിക്കൂല്ലേ? ആരെയും കളിപ്പിച്ചതല്ല. അത് കാന്താരി തിന്നിട്ട് പക്ഷി വിസർജിച്ചപ്പോൾ അതിന്റെ വിസർജനത്തിനകത്ത് വിത്തുണ്ടായിരുന്ന ആ വിത്ത് വീണ് കളിച്ചതാണ്. പറമ്പിലൊക്കെ നിൽക്കുന്ന ആഞ്ഞിലിയും പ്ലാവും ഒക്കെ അങ്ങനെയാണെന്ന് വന്യമായി വളർന്നതാ. പക്ഷേ നട്ടത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തായിരിക്കും. വചനം ധ്യാനിക്കുന്നവനെ എവിടെ നടുന്നത്? ആന്തരികത്ത്. വചനം വായിക്കുന്നവൻ തക്ക കാലത്ത് ഫലം കൊടുക്കും. മാത്രമല്ല അവന്റെ ഇല പാടുകയില്ല. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ശത്രു ദുഷ്ടൻ കാറ്റുപാറ്റുന്ന പകൽ പോലെ പാറിപ്പോകുമ്പോൾ വചനം ധ്യാനിക്കുന്നവൻ മുളച്ചു നിൽക്കും. അവിടെ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? രാവിലെയും വൈകിട്ടും ധ്യാനിക്കണം. അത് നമ്മുടെ പ്രാർത്ഥന തടപ്പാണ്. ജയകരമായ ആത്മീയ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ധ്യാനം. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം വായിച്ചു പിടിച്ചിട്ട് നിങ്ങളത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഈ കൊരിന്ത്യർ ലേഖനത്തിന്റെ പശ്ചാത്തല ഭാഗത്തേക്ക് ഇപ്പൊ നമ്മൾ വരുമ്പോഴേ നമ്മൾ സമയം കണ്ടെത്തി വായിക്കണം. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ലേഖനമാണ് ഇന്ന് കൊരിന്ത്യർക്കുള്ള ലേഖനം. എങ്കിലും വായിക്കണം. കുറേ തവണ വായിക്കുമ്പോൾ ദൈവാത്മാവ് തന്നെ ഇതിന്റെ പൊരുൾ നമുക്ക് വ്യക്തമായിട്ട്. ഈ കൊരിന്ത്യർ ലേഖനത്തെ ഞാൻ ശാന്തമായിട്ട് ഒന്ന് അപഗ്രഥിച്ചപ്പോഴേ അപ്പോസ്തലനായ പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയിലാണ് അദ്ദേഹം കൊരിന്ത്യ സഭയ്ക്ക് 1ാമത്തെ ലേഖനം എഴുതുന്നത്. ഈ കൊരിന്ത്യ സഭ സ്ഥാപിക്കുന്നത് പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം 18 മാസം കൊരിന്ത്യയിൽ പാർത്ത് ദൈവവചനം ശുശ്രൂഷിച്ചു. ആ കാലഘട്ടങ്ങളിലാണ് കൊരിന്ത്യയിൽ സഭ ഉണ്ടാവുന്നത്. 2ാമത്തെ മിഷണറി യാത്രയിൽ 18 മാസം കൊരിന്ത്യയിൽ പാർത്ത് ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആ കാലത്ത് കൊരിന്ത്യയിൽ സഭ ഉണ്ടാകുന്നു. പിന്നീട് 3ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് 3 വർഷം എഫെസോസിൽ പാർത്ത് ശുശ്രൂഷിക്കുന്നു. ആ പാർപ്പിന്റെ ഒടുവിലത്തെ കാലഘട്ടങ്ങളിലാണ് കൊരിന്ത്യ സഭയ്ക്ക് താൻ 1ാമത്തെ ലേഖനം എഴുതുന്നത്. സഭ സ്ഥാപിച്ച ശേഷമാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതാനുള്ള കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് കൊരിന്ത്യ ലേഖനം നമ്മൾ ശാന്തമായിട്ടൊന്ന് ധ്യാനിച്ചാൽ ഭയങ്കര വെളിപ്പാടുകളുടെ സമാഹാരമാണ്. ഏത്? 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം. പറഞ്ഞിട്ട്
പൗലോസ് മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചതല്ല, പുസ്തകത്തിൽ നിന്ന് പ്രാപിച്ചതല്ല, പണ്ഡിതന്മാരാൽ പ്രാപിച്ചതല്ല, യേശു ക്രിസ്തുവിൽ നിന്നും നേരിട്ട് വ്യക്തിപരമായി പ്രാപിച്ച ദൈവിക വെളിപ്പാടുകളുടെ കലവറയാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. എന്ത് വെളിപ്പാടാ അദ്ദേഹം പറയുന്നത്! മരണത്തെ കുറിച്ചുള്ള വെളിപ്പാട് എവിടുണ്ട്? മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാട് എവിടുണ്ട്? കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാട്, വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാട്, നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാട്, കർത്താവിന്റെ മേശയെ കുറിച്ചുള്ള വെളിപ്പാട് എവിടുണ്ട്? വെളിപ്പാടാണ്. ഈ വെളിപ്പാടെല്ലാം പൗലോസ് എവിടുന്നാ നേടിയത്? എന്നെ അതിനകത്ത് ഏറ്റവും അധികം ആശങ്കയില്ല. ദൈവത്താഴം നടന്നോണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തിയത് പൗലോസിന് ദൈവത്താഴത്തെ കുറിച്ച് കിട്ടിയ വെളിപ്പാടാണ്. അപ്പം ഒന്നാകെ കൊണ്ട് പലരാകുന്നതാ. ഈ വെളിപ്പാട് എവിടുന്ന് കിട്ടി? നാം നുറുക്കുന്ന ഈ അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ, നാം അനുഗ്രഹിക്കുന്ന ഈ പാനപാത്രം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ. പറയുമ്പോ അങ്ങ് പറഞ്ഞു വിടാൻ സുഖമാണ്, പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ എന്തോ ആഴമാണ് ഈ വെളിപ്പാട്. ഞാൻ എന്റെ സുരേഷ് ഭാഷ ചിന്തിക്കുക, ഈ മനുഷ്യൻ എവിടുന്നായി വെളിപ്പാടൊക്കെ കിട്ടിയത്? അന്ത്യത്താഴ സമയത്ത് യേശുക്രിസ്തുവിന്റെ ഒപ്പം ശിഷ്യന്മാർക്കൊപ്പം പൗലോസ് ഉണ്ടായിരുന്നോ? ഒന്നോ? അന്നായാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ ആരാധിക്കുന്നവരെ മുച്ചൂടും മുടിച്ച് ഇല്ലാതാക്കാൻ ഓടി വരുന്നൊരു കാലമാണ്. അന്ത്യത്താഴ സമയത്ത് യേശുക്രിസ്തുവിന്റെ ഒപ്പം ശിഷ്യന്മാർക്കൊപ്പം ഇല്ലാതിരുന്ന പൗലോസിന് ദൈവത്താഴത്തെ കുറിച്ച് എങ്ങനെ ഈ വെളിപ്പാട് കിട്ടിയെന്ന് ഞാൻ ചോദിച്ചപ്പോ പൗലോസ് തന്നെ പുസ്തകത്തിലൂടെ എന്നോട് പറഞ്ഞു, എനിക്ക് തിരുവത്താഴത്തെ കുറിച്ച് ഇത്ര ആഴമായി വെളിപ്പാട് കിട്ടിയത് മറ്റെങ്ങൊന്നുമല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. കരമടിച്ച് ആത്മാവിന്റെ ബലപ്പെട്ടാണ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഒരസംഗതിയോടെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ പൗലോസ് പ്രാപിച്ച വെളിപ്പാട് ആരിൽ നിന്നാണ്? കർത്താവിൽ നിന്ന്. കർത്താവിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? കർത്താവിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ ഒരുക്കമുള്ള എത്ര പേരുണ്ട്? കർത്താവിൽ നിന്നും ചിലത് പ്രാപിപ്പാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? കർത്താവിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ സന്നദ്ധതയുള്ള എത്ര പേരുണ്ട്? അവരെ നേൽപ്പിച്ചു കൊടുക്കാതെ, അവരെ നേൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്യാതെ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ നാം ഒരുക്കമുള്ളവരാണെങ്കിൽ, കൂടെ ഇരുന്നവന്, കൂടെ നിന്നവന്, കൂടെ നടന്നവന് കിട്ടാത്ത മർമ്മങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി. കൂടെ നടന്നവന് കിട്ടാത്തത്, കൂടെ നിന്നവന് കിട്ടാത്തത്, കൂടെ ഇരുന്നവന് കിട്ടാത്തത് നിനക്ക് കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അവരുടെ നിന്ന് പ്രാപിപ്പാൻ നീ തയ്യാറാണ്. അർത്ഥനാമുറിയിൽ മുഴങ്കാൽ മടക്കി അവരുടെ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആർക്കും വെളിപ്പെടാത്ത ചിലത് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടും. അതിന് അദ്ദേഹം കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒട്ടനവധി വെളിപ്പാടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. ഈ ലേഖനം എഫെസോസിൽ ഇരുന്നുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതാനുണ്ടായതിന്റെ വിവിധ കാരണമുണ്ട്. ആ കാരണം കൂടെ ഞാൻ പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ലേഖനം വായിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയാൽ ഈ ലേഖനം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ ലേഖനം അദ്ദേഹം എഴുതാനുള്ള കാരണം, ഈ കൊരിന്ത്യ സഭയിൽ നിന്നും ഒരിക്കല് 2 വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് പൗലോസിന്റെ കയ്യിൽ ഒരു കത്ത്. എത്ര വിഷയമാണ്? 2 വിഷയം. ചെറിയ വിഷയമല്ല, പ്രമാദമായ 2 വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് കൊരിന്ത്യ സഭയിൽ നിന്നും പൗലോസിന്റെ കയ്യിൽ ഒരു കത്ത് കിട്ടി. ആ കത്താണ് ഈ ലേഖനം എഴുതാനുണ്ടായതിന്റെ പിന്നിലെ കാരണം. ആ കത്തിനകത്തെ 2 വിഷയം
വിഷയങ്ങളെ ഞാൻ പറയാം. ഒന്ന്, വിവാഹ സംബന്ധമായ വിഷയം. രണ്ട്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പൊ കൊരിന്ത് സഭയിൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളിലൂടെ പോയൊരു സഭയാണേത്. ഈ കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് വിവാഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിവാഹത്തിന്റെ തിയോളജിക്കൽ പർപ്പസ്, ക്രിസ്റ്റോളജിക്കൽ പർപ്പസ്, ബയോളജിക്കൽ പർപ്പസ്, മോറൽ പർപ്പസ്. എന്തുകൊണ്ടാണ് ദൈവമേ വിവാഹത്തെ കുറിച്ച് ലേഖനത്തിൽ എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സഭയിൽ നിന്ന് കിട്ടിയ കത്തിനകത്തെ ഒന്നാമത്തെ വിഷയമാണ് വിവാഹത്തെ സംബന്ധിച്ചുള്ള വിഷയം. അതുകൊണ്ട് ആ വിവാഹം ആര് കഴിക്കണം, വിവാഹം ആർക്കുള്ളതാണ്, വിവാഹത്തിന്റെ പൊരുളെന്താണ്, വിവാഹത്തിന്റെ നിഴലെന്താണ്, വിവാഹത്തിന്റെ ആവശ്യകത എന്താണ്. കാരണം സഭയിൽ നിന്ന് കിട്ടിയ കത്തിനകത്തെ ഒന്നാമത്തെ വിഷയം വിവാഹം സംബന്ധമായ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ കൽപ്പിച്ച ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ച്. ഈ രണ്ട് വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് പ്രമാദമായ ഒരു കത്ത് കൊരിന്ത്യൻ സഭയിൽ നിന്നും പൗലോസിന് കൈകിട്ടി. മാത്രമല്ല കൊരിന്ത്യൻ സഭയിലേക്ക് കടന്നു കൂടിയ ചില ലോകമയത്വങ്ങൾ പൗലോസിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഈ സഭയുണ്ടാകാൻ കാരണക്കാരൻ പൗലോസല്ലേ, സഭ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിച്ചത് പൗലോസല്ലേ, അവിടെയുള്ളവരെ നേടിയത് പൗലോസല്ലേ. അപ്പൊ സഭ പൗലോസ് പ്രാർത്ഥിച്ച് സ്ഥാപിക്കുമ്പോൾ സഭയെ കുറിച്ച് പൗലോസിന് ചില കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്ക് വിരോധമായി വല്ലാത്ത ഇടപാടുകൾ, ലോകമയത്തങ്ങൾ സഭയ്ക്കകത്ത് കിരമ്പി ഇടിച്ചു കയറിയപ്പോൾ തന്റെ ഹൃദയം വല്ലാണ്ട് വേദനിച്ചു. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സഭയ്ക്ക് അദ്ദേഹം ഒന്നാമത്തെ ഈ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ രണ്ട് ലക്ഷ്യം. ആ രണ്ട് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഈ വാക്യത്തിന് ചെറിയൊരു ചിന്ത പറയാം. രണ്ട് ലക്ഷ്യമാണ് ഈ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ തനിക്കുള്ളത്. രണ്ട് ലക്ഷ്യം. ഒന്ന്, സഭയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുക. രണ്ട്, ധാർമ്മികമായി അധപ്പതിച്ച വിശ്വാസികൾക്ക് വേണ്ടുന്ന പ്രബോധനം നൽകുക. അപ്പൊ കൊരിന്ത്യ സഭയിൽ രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സഭയാണ് കൊരിന്ത്യ സഭ. രണ്ട്, ധാർമ്മികമായി അധപ്പതനുണ്ടായിരുന്നു. ആ ഭാഗം ഞാൻ മനസ്സിലാക്കാം. ഒന്ന്, സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക. അപ്പോൾ ഒരു കാര്യം ഈ ലേഖനത്തിന്റെ ആമുഖ ഭാഗത്ത് ഒന്നുകൊണ്ട് ഞാൻ പറയാം, സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം തരാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർ മാത്രമല്ല. അല്ലേലിയ പറഞ്ഞാട്ടെ. നിന്റെ പ്രശ്നം അത്ര കടങ്കെട്ട് വീണതാണെങ്കിലും, നിന്റെ പ്രശ്നം അത്ര ഊരാക്കൊടുക്കുന്നതാണെങ്കിലും, നിന്റെ പ്രശ്നം അത്ര പർവ്വത സമാനമായതാണെങ്കിലും, നിന്റെ പ്രശ്നം അത്ര വള്ളിക്കെട്ട് വീണതാണെങ്കിലും, ആ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. കോടതിക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കാൻ കഴിയും. നിയമങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കാൻ കഴിയും. നിയമപാലകർക്ക് പരിഹരിക്കുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കുവാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, അതിന്റെ മറ്റൊരു വശം പറഞ്ഞാൽ, ഹോസ്പിറ്റലുകൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കുവാൻ കഴിയും. ഓപ്പറേഷനെ പരിഹരിക്കാൻ കഴിയാത്തത് ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കാൻ കഴിയും. റേഡിയേഷനും കീമോയ്ക്കും പരിഹരിക്കുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് മുതൽ പരിഹരിക്കുവാൻ കഴിയുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഇല്ല. ഉണ്ടോ? ഇല്ല. ദൈവവചനത്തിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ല. കാരണം ലോകത്തിൽ ബന്ധനമില്ലാത്തതൊന്നേ ഉള്ളൂ, ആ ദൈവത്തിന്റെ വചനമാണ്. എന്റെ വചനത്തിന് ബന്ധനം ഇല്ല. എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ
വചനം ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ല. ഞാൻ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയ. എന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെ കഴിഞ്ഞ് മൂർച്ചയേറിയ വാള്. എന്റെ വചനം കത്തുന്ന തീയ. എന്റെ വചനം പാറയിൽ തകർക്കുന്ന ചുറ്റികയാ. ദൈവത്തിന്റെ വചനം പാറയിൽ തകർക്കുന്ന ചുറ്റികയാണെങ്കിൽ കരിമ്പാറ പോലെ നിന്റെ മുമ്പിൽ പൊട്ടാതെ ഉടയാതെ നിൽക്കുന്ന സകല പ്രതിസന്ധികളെയും താമര പൊടിയാക്കാൻ സമഭൂമിയാക്കാൻ നീ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ ഈ വചനം ഞാനിവിടെ പറയുമ്പോൾ പർവ്വത സമാനമായി നിന്റെ മുമ്പിൽ പിശാച് ഉയർത്തിയ പ്രശ്നങ്ങൾ വചനത്തിന്റെ ശക്തിയാൽ തമിഴ് പൊടിയാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കൈകൾ തട്ടി ആത്മാവിൽ നിന്ന് ബലപ്പെട്ടാട്ടെ. സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം തരാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അപ്പൊ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ പോകുന്ന പല അധപ്പതനങ്ങളിലൂടെ പോകുന്ന ലോകമയത്വത്തിലൂടെ സഞ്ചരിക്കുന്ന കൊരിന്ത്യർ സഭയിൽ പൗലോസ് ഹൃദയസ്പർശനീയമായ ഒരു പ്രബോധനം കൊടുക്കുകയാണ്. 1:9 തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവമാരാ. ഈ വാക്കുറക്കെന്ന് പറഞ്ഞാട്ടെ. ദൈവമാരാ എത്രയെന്ന് പറഞ്ഞാട്ടെ. ദൈവം ഉറക്കെന്ന് പറഞ്ഞേ. ഒന്നുകൂടെ ശബ്ദമുയർത്തി. കൊരിന്ത്യ സഭയെ ലോകമയത്വം നിങ്ങളിൽ വന്നിട്ടും നിങ്ങൾ ദൈവവഴി വിട്ടുപോയിട്ടും പല അധപ്പതനങ്ങളിൽ നിങ്ങൾ സംഭവിച്ചിട്ടും നിങ്ങൾ തകർന്നു പോകാതെ നിലനിൽക്കുന്നതിന്റെ പിന്നിലെ കാരണം കൊരിന്ത്യ സഭയെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. അപ്പൊ ഈ വാക്യത്തിൽ നിന്ന് ഇന്ന് മകൻ എനിക്ക് പറയാനുള്ള സന്ദേശം ദൈവത്തിന്റെ വിശ്വസ്തത എന്നൊരു സന്ദേശമാണ്. സഭയോട് ഇന്ന് മകൻ ഞാൻ പറയാ, നമ്മൾ ആരോഗ്യ സൗഖ്യത്തോടെ ഈ പകൽ ദൈവത്തെ ഇവിടെ ആരാധിക്കുന്നതിന്റെ പിന്നിലെ ഏക കാരണം ദൈവം നമുക്ക് വിശ്വസ്തനായതുകൊണ്ടാണ്. എന്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും. അതേ, ദൈവം എനിക്ക് വിശ്വസ്തനാണ്. എന്റെ തലമുറയ്ക്ക് വിശ്വസ്തനാണ്. എന്റെ കുടുംബത്തിന് വിശ്വസ്തനാണ്. എന്റെ ഭവനത്തിന് വിശ്വസ്തനാണ്. എന്റെ ഭാവിക്ക് വിശ്വസ്തനാണ്. എന്റെ സഭയ്ക്ക് വിശ്വസ്തനാണ്. ആമേൻ. അല്പനിമിഷം നമ്മൾ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയാൻ എന്റെ ചെറിയ നാക്കിൽ നീളം പോലെ. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയാൻ എന്റെ ബുദ്ധി ഏറെ പരിമിതമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയാൻ ഈ പകലിന്റെ ശേഷിക്കുന്ന മണിക്കൂറുകൾക്ക് തന്നെ നീളമില്ല. അല്ല, ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാം, ആർക്ക് പ്രസംഗിച്ച് തീർക്കാൻ കഴിയും ദൈവത്തിന്റെ വിശ്വസ്തതയെ? ആർക്ക് പാടി തീർക്കാൻ കഴിയും ദൈവത്തിന്റെ വിശ്വസ്തതയെ? ആർക്ക് പഠിപ്പിച്ച് തീർക്കാൻ കഴിയും ദൈവത്തിന്റെ വിശ്വസ്തതയെ? ആർക്ക് എഴുതി തീർക്കുവാൻ കഴിയും ദൈവത്തിന്റെ വിശ്വസ്തതയെ? ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധനയിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, പാടിയും പഠിപ്പിച്ചും പ്രസംഗിച്ചും എഴുതിയുമൊന്നും ഒരിക്കലും തീർക്കാൻ പറ്റാത്ത ഒന്നാണ് നാം സേവിക്കുന്ന മഹാദൈവത്തിന്റെ വിശ്വസ്തത. ആ വിശ്വസ്തതയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിശ്വസ്തത തന്റെ മക്കളുടെ മേൽ വലുതാണ്. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം അളക്കാൻ കഴിയുമോ? ഇല്ല. ഉദയവും അസ്തമയവും തമ്മിലുള്ള അകലം അളക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ അതിനും വലുതാണ് തന്റെ മക്കളായ നമ്മുടെ മേൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് പറ, എന്റെ ദൈവം എനിക്ക് വിശ്വസ്തൻ, എന്റെ ദൈവം എനിക്ക് വിശ്വസ്തൻ, എന്റെ ദൈവം എന്റെ കുടുംബത്തിന് വിശ്വസ്തൻ, എന്റെ ദൈവം എന്റെ തലമുറയ്ക്ക് വിശ്വസ്തൻ, എന്റെ ദൈവം എന്റെ ഭാവിക്ക് വിശ്വസ്തൻ, എന്റെ ദൈവം എന്റെ വാഗ്ദത്തത്തിന് വിശ്വസ്തൻ, എന്റെ ദൈവം എന്റെ ശുശ്രൂഷയ്ക്ക് വിശ്വസ്തൻ. അതേ, ദൈവം നമുക്കാരാ?
ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ സ്ഥിതികളെ മാറ്റാൻ കഴിയുമോ? ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ തല ഉയർത്താൻ കഴിയും. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നാം നിന്ദിക്കപ്പെട്ട ഇടത്ത് നമ്മെ മാനിക്കാൻ കഴിയും. അവന്റെ വിശ്വസ്തത 2025 2026 ഒരു പാലകയായി, ഒരു പാലികയായി, ഒരു മാലികയായി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ആത്മാവ് വചനത്തിലൂടെ ഇന്നവർ ദൂത് പറയുന്നു. അത് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത ദൈവത്തെ മഹത്വപ്പെടുക. വീണ്ടും വീണ്ടും ആ ശബ്ദം എന്റെ കാതിൽ മുഴങ്ങുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ തല ഉയർത്താൻ കഴിയും. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ നിന്ന മാറ്റാൻ കഴിയും. എവിടെയാണ് നമ്മൾ നിന്ദിക്കപ്പെട്ടത് അവിടെ നമ്മളെ മാനിക്കാൻ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് കഴിയും. ഞാനത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വളരെ കാലങ്ങൾക്കപ്പുറത്ത് ബ്രിട്ടനിൽ നടന്നൊരു സംഭവമാണ്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാകുന്ന ബ്രിട്ടനിൽ നടന്നൊരു സംഭവമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമ്മളെ ഉയർത്താൻ കഴിയും, നമ്മുടെ നിന്ന മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ബ്രിട്ടനിൽ നടന്നൊരു സംഭവമാണ്. ശ്രദ്ധിക്കണം. അവിടെ പ്രാർത്ഥിക്കുന്ന ഭക്തനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് സാമുവേൽ ബ്രണ്ടിൽ നിന്നാണ്. ഭക്തനായ പ്രാർത്ഥനാ വീരൻ. പക്ഷെ വിദ്യാഭ്യാസമൊന്നുമില്ല, എഴുതാനും വായിക്കാനും അറിയത്തില്ല. അയാൾ ഒരു രാത്രി മുഴുവൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവമേ, നിന്റെ വേലയിൽ എന്നെ പ്രയോജനപ്പെടുത്തി, നിന്റെ ശുശ്രൂഷയിൽ നീ എന്നെ ഉപയോഗിക്കും. പക്ഷെ എനിക്ക് വിദ്യാഭ്യാസമൊന്നും. രാത്രി മുഴുവൻ അദ്ദേഹം മുട്ടുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ട് തന്നോട് പറഞ്ഞു, ശമൂവേൽ, ഞാൻ നിന്നെ ഉപയോഗിക്കാം എന്റെ ശുശ്രൂഷയിൽ. നിനക്ക് എഴുത്തും വായന അറിയത്തില്ലേ? നീ അത് കാര്യമാക്കണ്ട, ഞാൻ നിന്നെ ഉപയോഗിക്കാം. അവിടെ നീ ഒരു കാര്യം ചെയ്യുന്ന നാളെ നേരം എടുക്കുമ്പോൾ എഴുന്നേറ്റ് ഇന്ന സ്ഥലത്ത് വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അയാളുടെ അരികിലേക്ക് പോകണം. അദ്ദേഹത്തെ ചെന്ന് നീ കാണണം, ഞാൻ തന്നെ ഉപയോഗിക്കാം. ആരാണ് വില്യം ബൂത്ത്? ബ്രിട്ടീഷ് ആർമിയിൽ നല്ല ഒരു തസ്തികയിൽ ജോലി ചെയ്ത മനുഷ്യനാണ് വില്യം ബൂത്ത്. അദ്ദേഹം വിരമിച്ചു. സാൽവേഷൻ ആർമി എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് ഉദ്യോഗസ്ഥർ കർത്താവിന്റെ മേൽ ആ കാലഘട്ടങ്ങൾ ചെയ്യുന്നുണ്ടായി. നേരം പ്രഭാതമായപ്പോൾ സാമുവേൽ എഴുന്നേറ്റ് വില്യം ബൂത്തിന്റെ അരികെ ചെന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, അതെ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടണം. പ്രാർത്ഥിച്ചപ്പോൾ ദൈവനോട് പറഞ്ഞത് നിന്റെ അരികിലേക്ക് വരാനാണ്. ഉടനെ വില്യം ബൂത്ത് സാമുവേലിനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വിദ്യാഭ്യാസം? പറഞ്ഞൊന്നുമില്ല. എഴുതാനും വായിക്കാനും അറിയാമോ? അയാൾ പറഞ്ഞില്ല. എഴുത്തും അറിയത്തില്ല, വായന അറിയത്തില്ല, വിദ്യാഭ്യാസം. നിന്നെ ഞാൻ എങ്ങനെ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടുത്തും? പോ, ഇവിടെ സാധ്യതയില്ല. ഇറക്കി വിട്ടു. നിരാശനായ സാമുവേൽ വീട്ടിൽ വന്ന രാത്രി മുഴുവൻ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ, നീയാണ് വില്യം ബൂത്തിന്റെ അരികിൽ എനിക്ക് എന്നെ വിട്ടത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിന്റെ വേലയിൽ പ്രയോജനപ്പെടണം. വീണ്ടും ദൈവാത്മാ പറഞ്ഞടാ, നിന്നോട് ഞാൻ വില്യം ബൂത്തിന്റെ അരികെ പോകാനല്ലേ പറഞ്ഞേ? നാളെ നേരം എടുക്കുമ്പോൾ വീണ്ടും അങ്ങോട്ടില്ല പറഞ്ഞു. പിറ്റേ പ്രഭാതം വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് വില്യം ബൂത്തിന്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു, രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവനോട് വീണ്ടും പറഞ്ഞു നിന്റെ അരികിലേക്ക് വരാൻ. വില്യം ബൂത്ത് പറഞ്ഞു, ഇത് വലിയ ഗതികേടായിട്ടോ,
എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല, പിന്നെ സുവിശേഷ വേലയിൽ ഞാൻ നിന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഒരു കാര്യം ചെയ്യേ, നീ വന്നതല്ലേ, നിനക്ക് ചെറിയൊരു ജോലി ഞാൻ തരാം, ശമ്പളമൊന്നുമില്ല, ഭക്ഷണം കിട്ടുവാണെങ്കിൽ കഴിക്കാം, നിനക്ക് മനസ്സുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാം. അതേ ജോലി ഇവിടെ വരുന്ന പ്രവർത്തകരുടെ ഷൂ വൃത്തിയാക്കുന്ന ജോലിയാണ്. പറ്റുമോ? സുവിശേഷ വേദിയുടെ ഭാഗമായിട്ട് 100% സന്തോഷത്തോടെ അദ്ദേഹം ആ ജോലി ഏറ്റെടുത്തു. എന്ത് ജോലി? അവിടെ വരുന്ന പ്രവർത്തകരുടെ ചെരുപ്പ് വൃത്തിയാക്കുന്ന ജോലി. 1-2 വർഷമല്ല മക്കളെ, നിന്റെ 16 വർഷം. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് നമ്മളൊരു ചെറുവിരൽ ഇണക്കിയാൽ നമ്മളെ മറന്നു കളയാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം. കർത്താവിന്റെ വേലയുടെ ഭാഗമായി വരുന്ന പ്രവർത്തകരുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി കർത്താവിന്റെ വേലയുടെ ഭാഗമായി 16 വർഷം സാമുവേൽ ചെയ്തു. ഓരോ ഷൂ എടുത്ത് തുടച്ചു വൃത്തിയാക്കുമ്പോഴും കർത്താവിന്റെ വേലയുടെ ഭാഗമാകുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നോർത്ത് അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കും. 16 വർഷങ്ങൾ കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു കേട്ടോ. മുടിയൊക്കെ നിലച്ചു, താടിയൊക്കെ നിലച്ചു, ക്ഷീണിതനായി തുടങ്ങി. 16 വർഷങ്ങൾക്കകത്ത് അവിടെ വന്ന ആളുകളുടെ സഹായത്തോടെ അല്പാൽപ്പം എഴുത്തും വായനയൊക്കെ അദ്ദേഹം പഠിച്ചു. 16 വർഷം കഴിഞ്ഞു. 16 വർഷം കഴിഞ്ഞപ്പോൾ ആ വില്യംബൂത്തിന്റെ കോമ്പൗണ്ടിൽ ഒരു വലിയ സംഭവം നടക്കുക. ആ സംഭവം എന്താണെന്നറിയാമോ? ഒരു വലിയ ക്രൂസൈഡ് അവിടെ നടക്കുക. ആ ക്രൂസൈഡിൽ സംബന്ധിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം 2.5 ലക്ഷം ആളുകളാണ്. ഗ്രൗണ്ട് എല്ലാം ക്രമീകരിച്ചു, കസേരയെല്ലാം നിരന്നു, എല്ലാ ക്രമീകരണങ്ങളും ക്രൂസൈഡിന്റെ ഏതാണ്ട് പൂർണ്ണമായി. യോഗം നടക്കുന്നതിന്റെ തലേ ദിവസം വില്യംബൂത്തിനൊരു ടെലഗ്രാം. എന്താ? സോറി വില്യംബൂത്ത്, നാളെ പ്രസംഗിക്കാൻ വരുന്ന ആളാണ് ടെലഗ്രാം അയച്ചത്. സോറി വില്യംബൂത്ത്, എനിക്ക് പ്രസംഗിക്കാൻ വരാൻ പറ്റത്തില്ല. ആ യോഗത്തിൽ പ്രസംഗിക്കേണ്ടത് അമേരിക്കയിലെ മിഷണറിയാണ്. അദ്ദേഹം യോഗത്തിന്റെ തലേ ദിവസം ടെലഗ്രാം അയച്ചു. സോറി ബൂത്ത്, എനിക്ക് വരാൻ പറ്റത്തില്ല. യാത്രയിൽ അല്പമല്ലാത്ത ഖേദങ്ങൾ, ക്ലേശങ്ങൾ നേരിട്ടത് കൊണ്ട് നാളത്തെ മീറ്റിംഗ് എനിക്ക് സംബന്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ ടെലഗ്രാം വായിച്ചിട്ട് വില്യംബൂത്ത് ഗ്രൗണ്ടിന് ചുറ്റും കരഞ്ഞുകൊണ്ട് ഓടി നടന്നു. ഒരു പരിഭ്രാന്തനായ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം ഓടി പ്രാർത്ഥന മുറിക്കകത്ത് മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നാളെ ഈ നേരത്ത് യോഗം പ്രാർത്ഥിച്ചാരംഭിക്കണം. 2.5 ലക്ഷം ആളുകൾ വരും. പകുതി ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നാളെ വരാമെന്ന് പറഞ്ഞ ആള് പ്രസംഗിക്കാൻ വരത്തില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രിപ്പയർഡ് അല്ല. ദൈവം പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ പ്രസംഗിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വരത്തില്ല എന്ന് പറഞ്ഞ ആളെ ഓർത്ത്, ബൂത്തേ നീ ഭാരപ്പെടേണ്ട, നാളത്തെ മഹായോഗത്തിൽ ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുവനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. വില്യംബൂത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിച്ചു, ഏത് രാജ്യത്തു നിന്നുമാണ് അദ്ദേഹം വരുന്നത്? ദൈവം പറഞ്ഞു, ഒരു രാജ്യത്ത് നിന്നുമല്ല, നിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഞാൻ അവനെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ഞാൻ അവനെ പുറത്തു കൊണ്ടുവരും. ഈ പകരനെ കേൾക്കുന്ന ദൈവമേ, ആരൊക്കെ തന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ തന്നെ അകറ്റി നിർത്തിയാലും, ആരൊക്കെ തന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ തന്നെ തഴഞ്ഞു കളഞ്ഞാലും, ദൈവത്തിന്റെ വിശ്വസ്തത സമയമാകുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന പകരത്തിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ആത്മാവിനെ ബലപ്പെട്ട പറ, എന്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്, എന്റെ ദൈവന്റെ ഭാവിക്ക് വിശ്വസ്തനാണ്, എന്റെ ദൈവന്റെ ശുശ്രൂഷയ്ക്ക് വിശ്വസ്തനാണ്, എന്റെ ദൈവന്റെ കുടുംബത്തിന് വിശ്വസ്തനാണ്, എന്റെ ദൈവന്റെ തലമുറയ്ക്ക് വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തൻ. പിറ്റേ ദിവസമായി നേരെ ഉച്ച കഴിഞ്ഞു. ഗ്രൗണ്ടിൽ പകുതി കൂടുതൽ ആളുകൾ നിറഞ്ഞു. 5 മണിയായപ്പോ പ്രാർത്ഥിച്ചു. ഗായക സംഘം ഗാന ശുശ്രൂഷ നടത്തി. 10 ലക്ഷക്കണക്കിന് ആളുകൾ ഗാന ശുശ്രൂഷ ഗായക സംഘത്തിന്റെ പാട്ടുകളോട് അണിഞ്ഞു ചേർന്ന് അവരും ദൈവത്തെ ആരാധിക്കുന്നു. ഈ സമയം വില്യംബൂത്ത് തന്റെ പ്രാർത്ഥന മുറിയിലേക്ക് ചെന്ന് മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ വചന ശുശ്രൂഷ ആരംഭിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. പ്രസംഗിക്കാൻ നീ ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളെവിടെയാ? ദൈവം വില്യംബൂത്തിനോട് പറഞ്ഞു, ഇന്ന നിന്റെ കോമ്പൗണ്ടിന്റെ ഇന്ന ഭാഗത്തേക്ക് ചെല്ല്, അവിടെ ഇന്ന മുറിക്കകത്തേക്ക് ചെല്ല്. അദ്ദേഹം നടന്ന് കോമ്പൗണ്ടിന്റെ ഇന്ന ഭാഗത്തെ ഒഴിഞ്ഞ മുറിക്കകത്തേക്ക് എന്നപ്പോൾ കണ്ടത്
കൂടിക്കലർക്കുന്ന ഷൂക്കുംഭാരങ്ങൾക്ക് ചെരുപ്പ് കൂനകൾക്ക് നടുവിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുഴങ്കാൽ മടക്കി കരമുയർത്തി കണ്ണതയോട് പ്രാർത്ഥിക്കുന്ന സാമുവേൽ നെയാണ് വില്യമൂത്ത് കണ്ടത്. അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോ വില്യമൂത്തിന്റെ ചെവിയിൽ ആത്മാവ് പറഞ്ഞു, ഇന്ന് രാത്രി ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന മഹായോഗത്തിൽ എന്റെ വചനം പ്രസംഗിക്കുക. ഞാൻ തിരഞ്ഞെടുത്തു മാറ്റിവെച്ചിരിക്കുന്ന മനുഷ്യനാണ് ആദിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വാസത്തിനെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ തിരഞ്ഞെടുത്തുണ്ട്. വില്യമൂത്ത് എന്ന മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സാമൂഹ്യങ്ങളെ തട്ടി വിളിച്ചു. ഞെട്ടി എഴുന്നേറ്റു. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി എവിടെ വരെ വന്നത്, ഈ കോമ്പൗണ്ടിൽ ഒരു വലിയ യോഗം നടക്കുകയാണെന്ന് അറിഞ്ഞല്ലോ. അത് അറിഞ്ഞു. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതെ, ആ യോഗത്തിൽ പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞ ആൾ വരത്തില്ല. സാമുവേലിനോട് വില്യമൂത്ത് ചോദിച്ചു, നിനക്ക് ആ യോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റുമോ? ഒരാശങ്കയും കൂടാതെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അതിനെന്താ, ഞാൻ പ്രസംഗിക്കാമല്ലോ. പെട്ടെന്ന് ആളെ വിളിച്ചു, ക്ഷൗരക്കാരനെ വിളിച്ചു, മുടിയും താടിയൊക്കെ വെട്ടിയുടെ കുളിപ്പിച്ച് വൃത്തിയുള്ളവനാക്കി. പുതിയ കോട്ട് മേടിക്കാൻ സമയമില്ല. അദ്ദേഹത്തിന്റെ കോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു, ബൈബിളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ നടത്തി സ്റ്റേജിൽ കൊണ്ടിരുത്തി. എന്നിട്ട് 2 ലക്ഷം ആളുകളെ നോക്കി മൈക്കെടുത്തിട്ട് വില്യമൂത്ത് പറഞ്ഞു, ദയവായി നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞയാള് വരത്തില്ല. നിങ്ങൾ ആരും ഗ്രൗണ്ട് വിട്ടു പോകല്ലേ പ്ലീസ്. അദ്ദേഹത്തിന്റെ മകനും ഇന്ന് രാത്രി നിങ്ങൾ അഭിസംബോധന ചെയ്ത് വചനം സംസാരിക്കുന്നത് ഇരിക്കുന്ന സാമൂഹ്യമായിരിക്കും. ഇത് പറഞ്ഞിട്ട് മൈക്ക് വില്യമൂത്ത് സാമൂഹ്യങ്ങളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് തിരിഞ്ഞ ദൈവത്തോട് പറഞ്ഞു, എടുത്തറിയത്തില്ല, വായനയറിയത്തില്ല, വിദ്യാഭ്യാസമില്ല, ഇവന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ ഉത്തരവാദിത്വം എനിക്കല്ല, ദൈവം വേണ്ടിയില്ല. ലക്ഷക്കണക്കിന് അതിന് പറഞ്ഞിട്ട് വില്യമൂത്ത് നടന്ന് ആളുകളുടെ ഇടയിൽ ഒരു കസേരയിൽ ചെന്നിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിൽ മൈക്കെടുത്ത് സാമൂഹ്യങ്ങൾ എഴുന്നേറ്റ് അവരെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഈ വാക്യമാണ് വായിച്ചത്. തന്റെ പുത്രന് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ്? വിശ്വസ്തൻ. ഈ വാക്യത്തിൽ നിന്നും പ്രസംഗിക്കാൻ ദൈവശാസ്ത്രം അറിയത്തില്ല, പ്രസംഗ പാഠവുമില്ല, പരിചയമില്ല. ഈ വാക്യം ഒരു 10-15 തവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? മേഘ വിസ്ഫോടനം പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ആ ഗ്രൗണ്ടിലേക്ക് പെയ്തിറങ്ങി. ആളുകൾ ആത്മാവിൽ നിറയാൻ തുടങ്ങി. കസേരയിൽ ഇരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ചാടി എഴുന്നേറ്റ് പാപബോധത്തോടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തറയിൽ തവണകളും നിലവിളിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് രോഗികൾ സൗഖ്യമാകുന്നു, ഒരു ഭാഗത്ത് ജീവിതങ്ങൾ മാനസാന്തരപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, ഒരു ഭാഗത്ത് ജീവിതങ്ങൾ അഭിഷേകത്താൽ നിറയുന്നു, ഒരു ഭാഗത്ത് ആളുകൾ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നു. നോക്കുമ്പോൾ സ്റ്റേജിൽ 100 കണക്കിന് ആളുകൾ സാമൂഹ്യത്തിന്റെ ഭാഗത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് അവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുക. ഇത് കണ്ട വില്യമൂത്ത് ജനത്തിന്റെ ഇടയിൽ ഓടി വന്ന് സ്റ്റേജിൽ നിൽക്കുന്ന സാമൂഹ്യങ്ങളുടെ പാദത്തിൽ കെട്ടിപ്പിടിച്ചതിന്റെ ഷൂവിൽ ചുംബിച്ചിട്ട് താങ്കളൊക്കെ പറഞ്ഞു, ക്ഷമിക്കണം സാമുവേൽ, ക്ഷമിക്കണം. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മനുഷ്യനെ ഇത്രത്തോളം വലിയവനാക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഈ ഞായറാഴ്ച എന്നെ കേൾക്കുന്ന ദൈവമേ, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ അവന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ നിന്ദകളെ മാറ്റാൻ കഴിയും. കാര്യം നന്നായിട്ടൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് അവന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ താഴ്വരകളെ സമർത്ഥിയുടെ മേടാക്കാൻ കഴിയും. അവന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ ഇരകളെ വെളിച്ചമാക്കാൻ കഴിയും. അവന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ നഷ്ടത്തിന്റെ കണക്കുകളെ ലാഭമാക്കി മാറ്റാൻ കഴിയും. വിശ്വസിക്കുക. 2025 അവസാന ദിനങ്ങളിൽ നീ സേവിക്കുന്ന മഹാദൈവത്തിന്റെ വിശ്വസ്തത ഇന്ന് പകൽ നിനക്കൊരു പാലകയായി, ഇന്ന് പകൽ നിനക്കൊരു പരിചയമായി ഇറങ്ങി വരികയാ. അവൻ വിശ്വസ്തനാണ്. ദൈവം നമുക്ക് വിശ്വസ്തനാണെങ്കിൽ നമുക്ക് തിരിച്ചു ചെയ്യുമ്പോൾ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നതല്ല.
ദൈവം നമുക്ക് വിശ്വസ്തനാണെങ്കിൽ തിരിച്ച് നമുക്ക് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളും ദൈവത്തിന് ആരായിരിക്കുക? വിശ്വസ്തരായിരിക്കുക. എന്താണ് വിശ്വസ്തത? വിശ്വസ്തത ഒരു സിമ്പിൾ കാര്യമാണ്. വിശ്വസ്തത എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യന് അതിന് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് വിശ്വസ്തത. വളരെ സിമ്പിളാ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നത്. എന്താ വിശ്വസ്തത? വിശ്വസ്തത എത്രയേ ഉള്ളൂ. ദൈവം നമ്മെ വിശ്വസിക്കുന്നതാണ് വിശ്വസ്തത. സിമ്പിൾ അല്ലേ? ദൈവത്തിന് നമ്മെ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്ന പേരാണ് വിശ്വസ്തത. നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് വിശ്വസ്തനായ ദൈവം. കാരണം ലോകത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ഒറ്റ ഒരാളെ ഉണ്ടെന്ന് പറ. അതാരാ? ഹല്ലേലൂയ. എല്ലാരും നമ്മെ വിട്ടുപോകില്ലേ? ഭാര്യ നമ്മെ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ മടങ്ങി പോകുന്നല്ല പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത്. മരണം വഴി എല്ലാവരും നമ്മെ വിട്ടുപോകും. സ്ഥിരമെന്ന് തോന്നുന്ന എല്ലാ മാനുഷ്യ ബന്ധങ്ങളും ശവക്കുഴി കൊണ്ട് തീരുമ്പോൾ അവിടെയും നമ്മെ വിടാത്ത ഒരുവനുണ്ട്. മരണത്തിന്റെ കൂരിരുന്ന താഴ്വരയിലും നമ്മെ വിട്ടുമാറാത്ത ഒരുവൻ, അത് നമ്മുടെ കർത്താവാണ്. അവൻ നമുക്ക് വിശ്വസ്തനാണ്. തിരിച്ച് നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നാം അവൻ ആരായിരിക്കുക? സകലത്തിലും വിശ്വസ്തനാണ്. പ്രശസ്തന്മാര് കുമിഞ്ഞു കൂടുക, പ്രഗത്ഭന്മാര് ക്രമാതീതമായി വർദ്ധിച്ചു വരിക. പ്രഗത്ഭനാകാനും പ്രശസ്തനാകാനും മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. പ്രഗത്ഭന്മാർക്ക് കുറവില്ല, പ്രശസ്തന്മാർക്ക് കുറവില്ല. ലോകത്തിൽ കുറവുള്ളത് വിശ്വസ്തന്മാർക്ക്. അതാണ് ബൈബിൾ പറയുന്നത്, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിഷാഗോപുരത്തിൽ നിന്നും ഒരു രാജാവ് തന്റെ പ്രജകളെ വീക്ഷിക്കുന്ന പോലെ ഉദയം മുതൽ അസ്തമയം വരെ സ്വർഗത്തിൽ നിന്നും മഹാദൈവം വീക്ഷിക്കുന്നു. ഭൂമി എനിക്ക് വിശ്വസ്തനുണ്ടോ? എനിക്ക് പ്രശസ്തനേക്കാൾ അപ്പുറം ഒരു വിശ്വസ്തനായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സകലത്തിന് വിശ്വസ്തനാകണം കേട്ടോ. നമ്മുടെ സമയത്തിൽ വിശ്വസ്തനാകണം. ദൈവം തരുന്ന സമ്പത്തിൽ വിശ്വസ്തനാകണം. നമ്മുടെ കുടുംബത്തിൽ വിശ്വസ്തനാകണം. ശുശ്രൂഷയിൽ വിശ്വസ്തനാകണം. പ്രാർത്ഥനയിൽ വിശ്വസ്തനാകണം. ദൈവവചനത്തിന്റെ ധ്യാനത്തിൽ വിശ്വസ്തനാകണം. വിശ്വസ്തത കൊണ്ട് നിറയണം നമ്മുടെ ജീവിതം. അപ്പൊ തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ ഒറ്റ കാര്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്തിലെല്ലാമാണ് ദൈവം നമുക്ക് വിശ്വസ്തൻ? എല്ലാത്തിലും വിശ്വസ്തനാണ്. ആ എല്ലാത്തിലും എന്ന് പറഞ്ഞ ആരെങ്കിലുമൊക്കെയാ ഒരു 6 കാര്യം ഞാൻ പറയാം. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറഞ്ഞു വിടാം. 1, നമ്മെ സംരക്ഷിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. സങ്കീർത്തനം 89:21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. 2, നമ്മുടെ പരീക്ഷാ വേളകളിൽ ദൈവം നമുക്ക് വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 10:13. 3, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. 2 തെസ്സലോനിക്കർ 3:3, 1 തെസ്സലോനിക്കർ 5:23-24. 4, നമ്മെ ബാലശിക്ഷ കഴിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. സങ്കീർത്തനം 119:75, എബ്രായ ലേഖനം 12:6. 5, ഒരു വിശ്വാസിയുടെ പാപം ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. 1 യോഹന്നാൻ 1:9. 6, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിൽ ദൈവം വിശ്വസ്തൻ. സങ്കീർത്തനം 143:1. അപ്പൊ തന്റെ പുത്രനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ എന്തിനൊക്കെയാണ് വിശ്വസ്തൻ? 1, നമ്മെ സംരക്ഷിക്കുന്നതിൽ. 2, നമ്മുടെ പരീക്ഷാ വേളകളിൽ. 3, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാക്കുന്നതിൽ. 4, പാപശിക്ഷ കഴിക്കുന്നതിൽ. 5, ഒരു വിശ്വാസിയുടെ സകല പാപം ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്നതിൽ. 6, തന്റെ മക്കളായ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം വിശ്വസ്തനാ. ആ വിശ്വസ്തനായ ദൈവത്തെ കൈകൾ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. എന്തിന് നിരാശപ്പെടണം?
എന്തിനാശങ്കപ്പെടണം? എന്തിന് ഭാരപ്പെടണം? എന്തിന് സംശയിക്കണം? എന്തിന് ഭയപ്പെടണം? ഇത്ര വിശ്വസ്തനായ ദൈവമല്ലേ നമ്മുടെ ദൈവം. സന്തോഷമല്ലേ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട്? ഇതെല്ലാം വിശദീകരിക്കാൻ നല്ല കത്തുന്ന അന്തരീക്ഷമാകട്ടെ. പിന്നെ ഞാനിങ്ങനെ ശാന്തമായി നിൽക്കുന്നെങ്കിൽ ഞാൻ തീ പിടിച്ചാ നിൽക്കുന്നത്. കാണണോ? വളരെ 3 മണിയായാലും പോകാൻ പറ്റാത്ത നിലയിൽ പറയാൻ കാര്യമുണ്ട് ഇതിനകത്ത്. പക്ഷെ എനിക്ക് പോകണോട് ഞാൻ നടങ്ങുക. എനിക്ക് സന്തോഷം കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. എത്ര നല്ലൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതെല്ലാം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു തരണം. 1 മിനിറ്റ്. ബാലശിക്ഷ കഴിക്കുന്ന കാര്യത്തിൽ ദൈവം ആരാ? ഒന്നുകൂടെ പറയുന്നു, നമ്മെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ദൈവം ആരാ? സംരക്ഷണം എന്ന വാക്കിന് ഭാഷാ നിഘണ്ടുവിൽ 4 ആശയമാണുള്ളത്. 1 പുലർത്തുക, 2 പോറ്റിപ്പുലർത്തുക, 3 ചിലവിന് തരിക, 4 ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക. സംരക്ഷണം എന്ന വാക്കിന്റെ 4 ആശയം കണ്ടോ? ചിലവിന് തരിക, പുലർത്തുക, 2 പോറ്റി പുലർത്തുക, 3 ചിലവിന് തരിക, 4 ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക. അവിടെ നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം പുലർത്തുന്നവനാ. ആണോ? ആണോ? ഉറപ്പുണ്ട്? ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ദൈവം നമ്മെ പുലർത്തുന്നവനാ. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മെ പോറ്റി പുലർത്തുന്നവനാ. നമ്മുടെ ദൈവം നമുക്ക് ചിലവിന് തരുന്നവനാ. നമ്മുടെ ദൈവം നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവനാ. ശിഷ്യന്മാർ ആശങ്കാകുലരായപ്പോൾ അവരെ അരികിലേക്ക് വിളിച്ചു. ആശങ്കപ്പെടുന്നവരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർ വന്നപ്പോ അവരെ ചേർത്തിട്ട് പറഞ്ഞു, ആകാശത്ത് നോക്കാൻ പറഞ്ഞു. അവരാകാശത്ത് നോക്കിയപ്പം കർത്താവ് ചോദിച്ചു, എന്താ കാണുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ആകാശത്തിൽ ചിറകടിച്ച് പറന്നു പോകുന്ന പറവക്കൂട്ടങ്ങളെ കാണുന്നു. കാണുന്നുണ്ടോ? ഉണ്ട്. എന്റെ മക്കളെ, അവ കൊയ്യുന്നുണ്ടോ? അവ വിതയ്ക്കുന്നുണ്ടോ? ഇല്ലെന്ന്. അവ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുണ്ടോ? ഇല്ല. കൊയ്യാത്തത്, വിതയ്ക്കാത്തത്, കളപ്പുരയിൽ കൂട്ടിവെക്കാത്തതിനെ സ്വർഗസ്ഥനായ പിതാവ് അവയ്ക്ക് വേണ്ടിയത് കൊടുക്കുന്നെങ്കിൽ അവയേക്കാൾ ശ്രദ്ധരാണ് നിങ്ങൾ. നമ്മെ പുലർത്തുവാൻ ദൈവം മതിയായവനാ. എന്റെ ദൈവനെ പുലർത്തുന്നവനാണെന്ന് ഉറപ്പുള്ളവരെ പോറ്റി പുലർത്തും. പോറ്റി പുലർത്തും. അപ്പൻ ഭാര്യ ഭർത്താവിനെ പോറ്റി പുലർത്തുന്ന പോലെ, അപ്പൻ മക്കളെ പുലർത്തുന്ന പോലെ നമ്മെ പുലർത്തുന്ന ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. വിശദീകരിക്കാനുള്ള കത്തുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വിശ്വാസത്തിൽ ഒറ്റ വാക്ക് പറയാം. ബാലശിക്ഷ കഴിക്കുന്നതിൽ അവനാര്? എന്തിനാ കേട്ടോ? എന്തിനാ ബാലശിക്ഷ കഴിക്കുന്നത്? നാട്ടുകാര് പിള്ളേരെ ബാലശിക്ഷ കഴിക്കുമോ? മക്കളെ ബാലശിക്ഷ കഴിക്കുന്നത് ആരാ? നല്ല പറയും, ബാലശിക്ഷ നൽകും എൻ്റെ അപ്പനെങ്കിലും ചേരിടും തൻ സ്നേഹം. ബാലശിക്ഷ നൽകും എൻ്റെ അപ്പനെങ്കിലും ചേരിടും തൻ സ്നേഹം. കുടുംബപ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെങ്കിൽ പാടാറുണ്ട്, ബാലശിക്ഷ നൽകുമെന്നെ എങ്കിലും അപ്പന്റെ ചേരിടുന്ന സ്നേഹം കുറയത്തില്ല, കൂടത്തിയുള്ളൂ. എന്റെ ഇളയ മോൻ ഭയങ്കര കുസൃതിയാണ്. ഇന്ന് രാവിലെ കുസൃതി. 2-2.5 വയസ്സുള്ള ഭയങ്കര കുസൃതിയാണ്. ഒരു ദിവസം ഞാൻ 3 ടാങ്ക് വെള്ളം അടിക്കുന്നു. 3 ടാങ്ക് വെള്ളം അടിച്ച് മേളിൽ കയറ്റണം. കാരണം ഞാൻ മുറ്റത്തെ പൈപ്പ് തുറന്നു വിടുക, അതിന്റെ കീഴിൽ നിൽക്കുക. ഇതാണ് ഇപ്പോഴത്തെ വിനോദം. അപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളത്തിനകത്ത് നിന്ന് പനി പിടിച്ചു. ഞാൻ പറഞ്ഞു, ഇനിയാണ് നോക്കി പൈപ്പ് തുറക്കരുത്. ഞാൻ പറഞ്ഞേക്കാൾ വീണ്ടും പൈപ്പ് തുറന്ന് അപ്പൊ നനഞ്ഞു നിൽക്കുക. അപ്പൊ ഞാൻ ചെറിയൊരു കൊച്ചു പണി എടുത്തിട്ട് അടി കൊടുത്തു. പുള്ളിക്ക് ശരിക്കും ആ നോവിനേക്കാൾ അപ്പുറം എന്നെ ഭാരപ്പെടുത്തിയത് വിങ്ങി പൊട്ടി എന്നെ നോക്കിയ നോട്ടമാണ്. കരയാനും വയ്യ, ആടികൊണ്ട് വേദനയാൽ അവൾ വിങ്ങിപ്പൊട്ടി എന്നെ നോക്കിയപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ കൊടുക്കുകയല്ല ചെയ്തത്. ഞാൻ ഓടിച്ചെന്ന് വാരി ഇങ്ങടുത്ത് ചേർത്ത് പിടിച്ചു. അന്നേരെ ഉടുപ്പ് നിക്കറിട്ടു, ആറിനകത്ത് കയറ്റി റാന്നിവഴി എല്ലാം കറക്കി.
സങ്കടം മാറ്റാൻ അവർക്ക് സങ്കടം. അപ്പൊ അതിനേക്കാൾ അപ്പുറം എനിക്കും ചെറിയൊരു ശിക്ഷ കൊടുത്തപ്പോൾ എനിക്കവളോട് കോപമല്ല, സ്നേഹം വർദ്ധിക്കുക. അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് മുടിഞ്ഞു പോകാനല്ല, നശിച്ചു പോകാനല്ല, നന്നാകാനാ. സ്തോത്രം. ഇതിന് ബാലശിക്ഷയൊക്കെ അതിൽ കിടക്കുമെന്ന് തോന്നുന്നില്ലേ? അല്ല. മഹാനായ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി പ്രസംഗിക്കാൻ പുൾപിറ്റിൽ നിന്ന് വാക്യം വായിച്ചു. വാക്യം വായിച്ച് പ്രസംഗിക്കാന്ന് പറഞ്ഞപ്പോൾ സംഘാടകര് ഒരു കുറിപ്പ്, ആ കുറിപ്പിനകത്ത് വേഗം പ്രസംഗം നിർത്തി വീട്ടിലേക്ക് പോവാ, കുഞ്ഞു മരിച്ചുപോയി. അത് വായിച്ച മനുഷ്യൻ കുറിപ്പ് വെച്ച് ബൈബിൾ അടക്കിയിട്ട് തിരിച്ചു പോയില്ല. വായിച്ച വാക്യത്തെ ആസ്പദീകരിച്ച് 2 മണിക്കൂർ പ്രസംഗിച്ചു. പ്രസംഗശേഷം സംഘാടകരുമായി വീട്ടിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ കണ്ടത് തറയിൽ തലപ്പായിൽ മരവിച്ച് കിടക്കുന്നത് എൻ്റെ ഓമന മകനാ. സംഘാടകരോട് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തൊന്ന് ഇരുന്നോട്ടെ. മരവിച്ച് കിടക്കുന്ന ഓമന മകന്റെ അരികിലേക്ക് ഇരുന്നിട്ട് അതിനെ വാരിയെടുത്ത് മടിയിൽ വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അടുത്തത് അദ്ദേഹം പറഞ്ഞ ആ വാക്കാണ് നമ്മൾ പാടാറുള്ളത്. ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്യത്തില്ല, എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. തന്റെ പുത്രനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെങ്കിൽ അവൻ നമ്മെ പുലർത്താൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ വിശ്വസ്തനാണ്. അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കുന്നത് വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ പാദത്തിൽ സർവ്വസർവ്വം നമുക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളോ മണ്ടച്ചാട്ടെ, കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഓ കൃപയാൽ 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 ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ മക്കളെ എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാണെങ്കിൽ ഇവിടെ വിശ്വസിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ വചനത്തിന്റെ വിളംബരങ്ങൾ ഇന്ന് രാത്രി ഈ പകൽ ദൈവശക്തിയായി അനുഗ്രഹമായി വെളിപ്പെടട്ടെ. സഭയെ അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിൽ അവർക്ക് സ്വന്തമായി സ്ഥലം കൊടുത്തതിനായി സ്തോത്രം. 2026 അവർക്ക് സ്വന്തമായി ഒരു ആലയം ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത ദൈവസഭയെ ഉയർത്തുന്നതിനായി സ്തോത്രം. സഭയും അഭിഷേകത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ദൈവം നമുക്ക് വിശ്വസ്തനാണ്. ഈ വചനങ്ങളാണ് ദൈവം